വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ശ്രുതി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവരും ഇങ്ങ് പോന്നോളൂ. ഇന്ന് ടീച്ചർ ഒരുപാട് ചോദ്യങ്ങൾ പറയുന്നില്ല, അതൊക്കെ നമുക്ക് മാരത്തോണിലും അതുപോലെ ലൈവ് ക്ലാസ്സുകളിലും മിനി മാരത്തോണിലും ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ടീച്ചർക്ക് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, ശ്രുതി എന്നാണ്. ഓക്കെ, പരീക്ഷയെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? അതിനു മുൻപ് ടീച്ചർ പറയാണ്, ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അവർക്ക് മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ നമ്മളിൽ മനുഷ്യ നന്മയുടെ ഒരു കണിക നമുക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ. ഓക്കെ, അപ്പോൾ മക്കളെ, ടീച്ചർക്ക് പറയാൻ ഒരൊറ്റ ചോദ്യമാണ് എന്നുള്ളത്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പരീക്ഷാ ചോദ്യമാണ്. പ്രതികരണക്കുറിപ്പ് നമുക്ക് കാണുമ്പോൾ എല്ലാവരും തലയിൽ കൈവച്ചു, അയ്യോ എൻ്റെ പടച്ചോൻ ഇതെന്താ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? തലയിൽ കൈ കൊടുത്ത് നിൽക്കാറുണ്ട്. ഒന്നുമില്ല, പ്രതികരണക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എഴുതുക എന്ന് മാത്രമാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം, ഒരു കാര്യം തന്നിട്ട് അത് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, പറയുക എന്നാണ്. അപ്പോൾ നമ്മൾ പരീക്ഷ പേപ്പറിലാകുമ്പം അത് എഴുതിയിട്ടാണ് പ്രതികരിക്കേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതാ മുൻപ് ഒരു ചോദ്യം എന്താണ്? ഒരു ചോദ്യമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു പാഠം നമ്മൾ പഠിക്കുന്നില്ലേ? മലയാളം ഫസ്റ്റിലാണല്ലേ. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ. ആര് പറയാണ്? കുഞ്ഞുണ്ണി മാഷ് പറയാണല്ലേ. കുഞ്ഞുണ്ണി മാഷ് വരികയാണ്. വളരെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിമർശനാത്മകമായിട്ട് എഴുതുന്ന ഒരു നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനാണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ ജനിക്കും നിമിഷം തൊട്ടൻ മകന് ഇംഗ്ലീഷ് പഠിക്കണം അല്ലേ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷയെ ഇപ്പോൾ കൂടുതലായിട്ടല്ലേ, എൻ്റെ മകന് മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. പക്ഷേ മലയാളത്തോടൊപ്പം നമ്മൾ ഇംഗ്ലീഷും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് അല്ലേ? ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ എവിടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യത്തിനും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് ഒരിക്കലും നമുക്ക് താഴ്ത്തിക്കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മലയാളം പാടേ ഒഴിവാക്കിക്കൊണ്ട് ഇംഗ്ലീഷിലേക്ക് പോകുന്നവർക്കാണ് ഇവിടെ വിമർശനം കേട്ടോ. അപ്പോൾ ഒരു കവിത കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ പഠിച്ചു, മോന് ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ പേര് തന്നെ അല്ലേ, മകൻ്റെ കുഞ്ഞൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യയുടെ പേര് എന്ന് പറഞ്ഞാൽ പ്രസവം തന്നെ അങ്ങ് എവിടെയാക്കി? ഇംഗ്ലണ്ടിലാക്കി എന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അല്ലാതെ കുഞ്ഞുണ്ണി മാഷ് വളരെ ഇതിലൊന്നും പറയല്ല അല്ലേ, വിമർശിക്കുകയാണ് സമൂഹത്തിൽ നടക്കുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ. ഇനി അടുത്തൊരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ഈ ചിത്രത്തിലെ? ഒരു പ്രായമുള്ള അദ്ദേഹം ഉണ്ട് അല്ലേ, ഒരു അമ്മാവനുണ്ട്. മോനെ, ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണ്? വളരെ മലയാളത്തിൽ ചോദിക്കുകയാണ്, മോനെ ഈ ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി ഏതാണ് എന്ന്. ആ സമയത്ത് ഒരു കുട്ടിയാണ് അല്ലേ, ആ കുട്ടി പറയാണ്, സ്ട്രെയിറ്റ് പോയി സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമ ബൂത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജില്ലാ ആശുപത്രി. അതിൽ ജില്ലാ ആശുപത്രി എന്നുള്ളത് മലയാളം പറഞ്ഞതുകൊണ്ടും ഈ കുട്ടിക്ക് മലയാളം അറിയാം, കേട്ടപ്പോൾ മനസ്സിലായി എന്നുള്ളതുകൊണ്ട് മലയാളം അറിയാം. പക്ഷേ നമ്മൾ എന്താണ് മാക്സിമം നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കുന്നു? ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അതിപ്രസരം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. കുട്ടി പറയാൻ സ്ട്രെയിറ്റ് പോയി, നേരെ പോയി അല്ലേ, സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമ ബൂത്തിൻ്റെ ഓപ്പോസിറ്റാണ് ജില്ലാ ആശുപത്രി അല്ലേ. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും രണ്ട് വഴിയാത്രികർ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ്. ഇത് ചോദ്യം വായിക്കാൻ നമ്മൾ ഇത്രയും സമയമെടുത്തത് ചോദ്യം വായിച്ച് മനസ്സിലാക്കിയാലാണ് ഉത്തരം നമുക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ഉത്തരം വളരെ കുറച്ച് വാക്കുകളിലും മതിയെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഉത്തരത്തിലേക്ക് പോട്ടെ. ടീച്ചറിൻ്റെതായ ഒരു ഉത്തരം. ആദ്യം ടീച്ചർ ഒരു ഇൻട്രോ തന്നിട്ടുണ്ട്. ഈ പാഠത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഒരു വരികളാണ് കേട്ടോ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോളിൻ്റെ വരിയാണ് കേട്ടോ. മറ്റുള്ള ഭാഷകളെല്ലാം കേവലം പെറ്റമ്മമാരാണ്.
മറ്റുള്ള ഭാഷ. മർത്യന്, മനുഷ്യന് പെറ്റമ്മ, സ്വന്തം അമ്മയെ പോലെ ഉള്ളത് ഏതാണ്? സ്വന്തം ഭാഷയാണ് അല്ലേ. മറ്റുള്ള ഭാഷകളെല്ലാം വളർത്തമ്മമാരാണെന്നും സ്വന്തം ഭാഷയാണ് ഓരോരുത്തർക്കും തുല്യമെന്നും കവി പാടിയിട്ടുണ്ടെങ്കിലും പെറ്റമ്മയെ പോലുള്ള സ്വന്തം ഭാഷയെ മറന്ന് മറ്റുള്ള ഭാഷകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറകെ അല്ലേ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറകെ പോകുന്ന ഒരു തലമുറയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഈ പ്രവണതയെ കളിയാക്കിക്കൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യയുടെ പേര് തന്നെ ഞാൻ ഇംഗ്ലണ്ടിലാക്കി എന്ന് കവിതയിൽ തന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന സംഭാഷണവും. ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി മലയാളത്തിൽ ചോദിക്കുന്ന ആളിനോട് ഒരു കുട്ടി പറയുന്നത് മംഗ്ലീഷിലാണ്. റൈറ്റ് പോയി സെക്കൻഡ് ലെഫ്റ്റ് എടുത്താൽ കാണുന്ന മിൽമാ ബൂത്തിന്റെ ഓപ്പോസിറ്റ് ആശുപത്രി എന്ന് കുട്ടി പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കത് മനസ്സിലാകുമോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട് അല്ലേ. ഭാഷ ഇന്ന് സ്റ്റാറ്റസിന്റെ ഭാഗമാകുകയാണ്. ഇംഗ്ലീഷ് പറയുന്നതാണ് നല്ല സ്റ്റാറ്റസ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് അല്ലേ. മലയാളം പറയുന്നത് നാണക്കേടായി തോന്നുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുന്നത് എൻ്റെ കുട്ടിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന സമൂഹം തന്നെയാണ് അല്ലേ. രക്ഷിതാക്കളും സമൂഹവും തന്നെയാണ് അങ്ങനെ ആക്കിയെടുക്കുന്നത്. പാശ്ചാത്യ ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം, പാശ്ചാത്യ ഭാഷ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലെ ഭാഷകൾ, അതായത് ഇംഗ്ലീഷും അല്ലെ മറ്റു ഭാഷകളൊക്കെ പ്രാവീണ്യം നേടുന്നതിനൊപ്പം സ്വന്തം ഭാഷയെ നെഞ്ചോട് ചേർക്കാൻ ഓരോ മലയാളിക്കും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ ഇങ്ങനെ എഴുതുക. ഇനി അതല്ല, ഇതിനിപ്പോൾ എന്താ തെറ്റ്, ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമർത്ഥിക്കണം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് എഴുതണം. ടീച്ചറുടെ അഭിപ്രായം ഇതാണ്, ഇത് ടീച്ചർ എഴുതി. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരുടെ അഭിപ്രായം ഇതായിരിക്കും അല്ലേ. മലയാളം ഇംഗ്ലീഷിനോടൊപ്പം അല്ലെങ്കിൽ മലയാളത്തോടൊപ്പം ഇംഗ്ലീഷും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ മലയാളം ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും, ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ പോലും നമ്മൾ മറ്റു ഭാഷകളെ, ആംഗലേയ ഭാഷയെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത് അല്ലേ. അപ്പോൾ അടിപൊളി വീഡിയോസും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മുടക്കാതെ കാണുക. പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതാം. ഒരു ലൈക്ക് മറക്കാതെ ചെയ്യാട്ടോ. കമൻറ്റും ചെയ്യണം എല്ലാവരും. അതുപോലെ നിങ്ങൾക്ക് ഏതു പാഠങ്ങളാണ് ടഫായിട്ട് തോന്നുന്നത്, ഏതു ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്താൽ ടീച്ചർ അടുത്ത വീഡിയോയിലും ലൈവ് ക്ലാസ്സിലൊക്കെ അത് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കേ.